Good morning. Good morning. Okay, good morning. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? എത്ര പേര് വായിച്ചു? ഇന്നലെ ക്ലാസ്സിൽ എടുത്തൊക്കെ രേഷ്മ ഇട്ടിട്ടുണ്ട്, അപർണ, കുറച്ച് പേരൊക്കെ അതുകൊണ്ട് തമ്പ് ഇട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, ക്ലിയർ അല്ലായിരുന്നോ? വായിച്ചപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ ക്ലാസ് എടുക്കുന്നത് വായിച്ചു വെക്കുക കേട്ടോ. ഇന്നലെ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ക്ലാസ്സിൽ CRM വരെയായിരുന്നു അല്ലെ? വാട്ട് ഈസ് CRM? അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് CRM എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. CRM എന്ന് പറഞ്ഞ എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. CRM stands for എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. എന്താ CRM എന്ന് പറഞ്ഞ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ CRM സോഫ്റ്റ്വെയർ ഈസ് എ സിസ്റ്റം ഫോർ മാനേജിങ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ്, ബന്ധം അല്ലെ, ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യലോട്ടോ ആ സെന്റൻസ് കൂടി. CRM സോഫ്റ്റ്വെയർ ഈസ് എ സിസ്റ്റം ഫോർ മാനേജിങ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സുമായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലാണ് താഴെ അവിടെ ഉണ്ട് ഹെൽത്ത് കെയർ CRM. എന്താണ്? ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസ് ഒക്കെയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM? എന്താണ് ഹെൽത്ത് കെയർ CRM എന്ന് പറയുന്നത്? ഹെൽത്ത് കെയർ കസ്റ്റമർ, പേജ് നമ്പർ ഒന്ന് ഇട്ട് കൊടുക്കോ ദിവ്യക്ക്. പേജ് നമ്പർ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, 37. ഓക്കെ, ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ മാനേജ്. അപ്പൊ എന്താണ് CRM ചെയ്യുന്നത്? ഹെൽത്ത് കെയർ CRM അതൊരു സോഫ്റ്റ്വെയർ ആണ്. CRM എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്താണ് അത് ചെയ്യുന്നത് നോക്കി? ദാറ്റ് ക്യാൻ മാനേജ് എ കംപ്ലീറ്റ് ഡേറ്റാബേസ് ഓൺ പേഷ്യൻസ്. കണ്ടോ, പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഡേറ്റാസും ഇല്ലേ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റകൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഡാറ്റ റെക്കോർഡഡ്. എങ്ങനെയാ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തേക്കണേ? ആ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഡാറ്റ റെക്കോർഡ് ചെയ്തേക്കുന്നത്? സെക്യൂർലി. സെക്യൂർലി എന്ന് പറഞ്ഞാൽ എന്താ? സെക്യൂർ, സുരക്ഷിതമായി. കണ്ടോ, പേടിക്കണ്ട, വളരെ സെക്യൂർ ആയിട്ടാണ് ഡേറ്റ വെച്ചേക്കുന്നത്. ഡേറ്റാസ് റെക്കോർഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? സെക്യൂർലി ആൻഡ് cannot be accessed by third parties. മൂന്നാമതൊരാൾക്ക് അത് അക്സസ് ചെയ്യാൻ പറ്റൂല. ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ അത് എടുക്കുക അല്ലെ, തേർഡ് പാർട്ടി. അപ്പൊ നമ്മള് എന്താണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് CRM സോഫ്റ്റ്വെയറിൽ സുരക്ഷിതമായിട്ട് സെക്യൂർ ആയിട്ട് വെച്ചേക്കാണ്, റെക്കോർഡ് ചെയ്തേക്കാണ്. ഇനി മൂന്നാമതൊരാൾക്ക് അറിയാൻ പറ്റില്ല, തേർഡ് പാർട്ടിക്ക് അത് അക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആ സോഫ്റ്റ്വെയറിൽ അവിടെ സുരക്ഷിതമായി റെക്കോർഡ് ചെയ്തേക്കാണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസും കൂടി. Can manage a complete database on patients that are recorded securely and cannot be accessed by third parties. മൂന്നാമതൊരാൾക്ക് ആ ഡേറ്റ അക്സസ് ചെയ്യാൻ പറ്റില്ല. സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ടാണ് ആ സോഫ്റ്റ്വെയറിൽ ഡേറ്റാസ് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്, റെക്കോർഡ് ചെയ്തേക്കുന്നത്. The CRM medical software can easily provide the information required to the patients. അപ്പൊ നമ്മൾ പറഞ്ഞു പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ റെക്കോർഡ് ചെയ്തേക്കാണ്. ഇനി ആ CRM സോഫ്റ്റ്വെയറിലൂടെ തന്നെ നമുക്ക് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. കണ്ടോ, ത്രൂ എങ്ങനെ? ടെക്സ്റ്റ്, റിട്ടേൺ ഫോമില് അല്ലെങ്കിൽ പ്രിന്റ് ആയിട്ട്, ഫോൺ കോളിലൂടെ, ഓർ ഇമെയിലിലൂടെ, ഫ്രം എനിവെയർ അറ്റ് എനി ടൈം. ഏത് സമയത്തും എവിടെ വേണമെങ്കിലും ഏത് സമയത്തും പേഷ്യൻസിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനും CRM സോഫ്റ്റ്വെയറിലൂടെ കഴിയുന്നു. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് അല്ലെ, നമ്മൾ കണ്ടൊക്കെ പോന്നു, നമുക്ക് ഒരു ചെക്കപ്പ് അവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ
നമുക്ക് പിന്നീട് നമുക്ക് അത് ചെല്ലേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരൂലേ, ഇന്ന ദിവസം അപ്പോയിന്റ്മെന്റ് വരണം, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ഇന്നാണ് കൺസൾട്ട് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരൂലേ, അല്ലേ? വരാറില്ലേ? നമ്മുടെ ഫോണിലേക്ക് തന്നെ മെയിലായിട്ടൊക്കെ, അല്ലേ? മെയിലായിട്ടൊക്കെ അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ ആണെങ്കിലും നമ്മളെ കറക്റ്റ് സമയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തും. അതാണ് പേഷ്യൻസിന്. ഇപ്പൊ നമ്മൾ ചെന്നിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മളെ സംബന്ധിക്കുന്ന ഞാൻ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് ആയോ, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താ നമ്മൾ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ പെട്ടെന്ന് തന്നെ എന്താണ് ആ സിസ്റ്റത്തിൽ നിന്ന് പേഷ്യൻസിന് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും, അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ ആണെങ്കിൽ എടുക്കുന്നുണ്ട്, എവിടെയാണെന്നൊക്കെ നമ്മൾ ചെന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും, എവിടെയാണ് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ എന്താ പറഞ്ഞിട്ട് പേഷ്യൻസിന്റെ വിവരങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ടെക്സ്റ്റിലൂടെ, ഫോൺ കോൾസിലൂടെ, ഇമെയിൽസിലൂടെ ഏത് സമയത്തും, ഇന്ന സമയം ഇത്ര ടൈമിലൊന്നുമില്ല അവിടെ, 24 hours ഏത് സമയത്തും എനിവെയർ എവിടെ ഇരുന്നാണെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ ഈ CRM സോഫ്റ്റ്വെയറിലൂടെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ സെന്റൻസ്? അതും കൂടി അണ്ടർലൈൻ ചെയ്തോട്ടാ. Furthermore, അതുകൂടാതെ this information can also be used by hospital to keep them informed on personalized care as their type of marketing measures. ഇനി ഇത് കൂടാതെ നോക്കിയേ, ഹോസ്പിറ്റല് ഈ CRM സോഫ്റ്റ്വെയറിൽ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? To keep them informed on a personalized care. Personalized care ഒരു വ്യക്തിഗത പരിചരണത്തിന് ഓരോ ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള അവിടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, അല്ലേ? അതെന്താ? ഒരു മാർക്കറ്റിംഗ് മെഷേഴ്സ് എന്ന നിലയില്, ഒരു മാർക്കറ്റിംഗ് നടപടി എന്ന നിലയില് ഒരു പേഴ്സണലൈസ്ഡ് കെയറിനെ കുറിച്ച് അറിയാനും, അല്ലെ? അങ്ങനെയുള്ള ഇൻഫർമേഷൻസ്, അതായത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ഇൻഫർമേഷൻ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതെങ്ങനെ ഒരു മാർക്കറ്റിംഗ് മെഷേഴ്സ്, ഒരു മാർക്കറ്റിംഗ് നടപടി എന്ന നിലയിൽ ഒരു പേഴ്സണലൈസ്ഡ് കെയറിന് ഓരോ വ്യക്തികളെ കുറിച്ചും അറിയാനും ഈ ഇൻഫർമേഷൻ അവര് യൂസ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റല് ഉപയോഗിക്കുന്നുണ്ട്. പേഴ്സണലൈസ്ഡ് കെയർ ഓരോ വ്യക്തികളെ കുറിച്ചും അറിയാനും ആ ഒരു ഇൻഫർമേഷൻ ഹോസ്പിറ്റല് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. Next point നോക്കിയേ, CRM in healthcare not only stores patient contact informations. CRM healthcare പേഷ്യൻസിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. പേഷ്യൻസിനെ കുറിച്ചുള്ള കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമാണോ സ്റ്റോർ ചെയ്യുന്നത്? അല്ല, അല്ലെ? നോട്ട് ഓൺലി സ്റ്റോർ ദ പേഷ്യന്റ് കോണ്ടാക്ട് ഇൻഫർമേഷൻ, പേഷ്യൻസിനെ കുറിച്ചുള്ള കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല അവിടെ സ്റ്റോർ ചെയ്തേക്കുന്നേ, ബട്ട് ഓൾസോ ഗിവ് എ കോംപ്രിഹെൻസീവ് ഓവർവ്യൂ. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? സമഗ്രമായ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ. ഏതാ? അവർക്കൊരു മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പോയിന്റ്മെന്റ്സ്, അവരുടെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അല്ലെ? ഇന്ന ദിവസം നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു, അപ്പൊ ഏത് ഡോക്ടറിനാണ് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്? എന്താണ്? ഏത് ഡോക്ടറിനാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്, അല്ലെ? അങ്ങനെ അല്ലെങ്കിൽ എടുത്തത് ഏത് സമയത്തേക്കാണ്, അങ്ങനെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിലിനെ കുറിച്ച് ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ കിട്ടുന്നു. പ്രിസ്ക്രിപ്ഷൻ, ഒരു നമ്മള് ഡോക്ടറെ കണ്ട് എന്ത് മരുന്നുകളാണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത്, അല്ലെ? അവിടെ നിന്ന് കിട്ടിയ ആ പ്രിസ്ക്രിപ്ഷൻ, ഇങ്ങനെയുള്ള എല്ലാത്തിന്റെയും ഒരു മൊത്തത്തിലുള്ള ഒരു സമഗ്രമായ ഒരു ഓവർവ്യൂവും ഈ CRM സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നുണ്ട്? സോഫ്റ്റ്വെയറിൽ സൂക്ഷിക്കുന്നുണ്ട്. കിട്ടിയോ? പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുക, അവരുടെ പേര്, അഡ്രസ്സ് അങ്ങനെയുള്ളത് മാത്രമല്ല അവിടെ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കണേ. മൊഡ്യൂള് 1 ഫസ്റ്റ് മൊഡ്യൂളിലെ 8ാമത്തെ ചാപ്റ്റർ കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിലെ 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ ഫസ്റ്റ് ക്ലാസ് എടുത്തു, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് 2ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ?
ഇൻ ഹെൽത്ത് കെയർ, അതായത് ഹെൽത്ത് കെയർ CRM ആ സോഫ്റ്റ്വെയർ ആണത്. അതിന്റെ പേഷ്യൻസിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല സ്റ്റോർ ചെയ്യുന്നത്, അതായത് അവരുടെ പേര്, അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല സ്റ്റോർ ചെയ്തേക്കുന്നത്. പിന്നെ എന്തൊക്കെ വിവരങ്ങളാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്? മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ട്, അപ്പോയിന്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, അവർക്ക് കൊടുത്തിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ നമുക്ക് ഈ CRM സോഫ്റ്റ്വെയറിലൂടെ കിട്ടുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് CRM സോഫ്റ്റ്വെയറിൽ സ്റ്റോർ ചെയ്തേക്കുന്നത്, എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തന്ന് എല്ലാവരും അവിടെ ഇരുന്നൊന്ന് പറഞ്ഞേ. ഏതൊക്കെയാ? മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ്. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല, ഈ ഇൻഫർമേഷൻസ് കൂടി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? പറയുന്നത് മനസ്സിലായി പോകുന്നില്ലേ? ഓക്കെ, ഇനി അത് അണ്ടർലൈൻ ചെയ്തോ? അപ്പൊ എന്തൊക്കെ അത് ചോദിക്കാം കേട്ടോ. CRM സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് അവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്? പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്, അവരുടെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, അവർക്ക് കൊടുത്തിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ, ഇതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, CRM എന്ന് പറയുന്നത്. ആസ് വെൽ ഇൻ ഷോർട്ട്, നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ദ അവൈലബിലിറ്റി ഓഫ് മെഡിക്കൽ CRM ഹെൽപ്സ് ഇൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. അല്ലെ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീനെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ CRM സോഫ്റ്റ്വെയർ? ഇല്ലേ? ആ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? അതിന്റെ ഒരു അവൈലബിലിറ്റി, ഒരു ലഭ്യത, CRM സോഫ്റ്റ്വെയറിന്റെ അവൈലബിലിറ്റി നമുക്ക് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ തന്നെ എന്താ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ഓഫർ, എന്താണ് നോക്കിയേ? ടു ഓഫർ ഇൻസ്റ്റന്റ് സർവീസസ്. നമുക്ക് ഇൻസ്റ്റന്റ് സർവീസ് ഉടനടി അല്ലേ സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അല്ലെ, ഒരു മെസ്സേജ് അയക്കാൻ എത്ര സമയം വേണം? അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കാൻ എത്ര സമയം വേണം? നമ്മൾ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ ചോദിക്കുകയാണെങ്കിൽ ഉടനടി നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പോയി വേറെ കുറെ റെക്കോർഡ് നോക്കുവോ, അല്ലെങ്കിൽ അങ്ങനെ കുറെ സമയമൊന്നും വേണ്ട. അല്ലെ, എന്ത് ഇൻഫർമേഷനും നമുക്ക് അറിയണ്ടേ, അത് ചോദിച്ചാൽ ഉടനടി നമുക്കത് കിട്ടും. അല്ലേ, അങ്ങനെയല്ലേ? അല്ലെ, നമ്മളല്ലാതെ പോയി പണ്ടൊക്കെ നമ്മളിപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം, നമ്മൾ കുറെ നേരം നിന്ന് ക്യൂ ഒക്കെ എടുത്തിട്ട് വേണം അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട്. അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റൂലേ? ആ ഹോസ്പിറ്റലിന്റെ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എത്ര ഹെൽപ്ഫുൾ ആണെന്ന് നോക്കി, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. അല്ലേ, അതാണ് ഇൻസ്റ്റന്റ് സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതിന് സൊല്യൂഷൻ, ഇനി എന്തെങ്കിലും നമുക്ക് പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ അവിടെ നമുക്കൊരു സൊല്യൂഷൻ ആണ്. അല്ലെ, സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇംപ്രൂവ് ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താ? മൊത്തത്തില് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് അല്ലെ ഇംപ്രൂവ് ചെയ്യാനും CRM സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രകടനം മെച്ചപ്പെടുത്താൻ, പെർഫോമൻസ് അല്ലേ, നമുക്കൊരു നല്ലൊരു ഇതല്ലേ ഹോസ്പിറ്റലിനെ കുറിച്ച്? നമ്മൾ ചെന്നു, നമ്മൾ ചോദിച്ചു, നമുക്ക് അപ്പോൾ തന്നെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അല്ലേ, എല്ലാവരും പെട്ടെന്ന് ഫാസ്റ്റ് ആവുമ്പോൾ മൊത്തത്തിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള മൊത്തത്തിൽ പെർഫോമൻസ് കൂടൂലേ? അല്ലെ, മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഈ CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നു. അണ്ടർലൈൻ ചെയ്തോ അത്? CRM software helps the health industry to offer എന്തൊക്കെ തരുന്ന ഇൻസ്റ്റന്റ് സർവീസുകള്, അത് അവിടെ എന്തെങ്കിലും സൊല്യൂഷൻസ്, പിന്നെ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് അത് ഇംപ്രൂവ് ചെയ്യാനും CRM സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നാണ്? അഡ്വാൻറ്റേജ്, ഈ CRM സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഈ പോയിന്റ്സുകൾ 8 പോയിന്റ്സ് ആയിട്ട് അവിടെ കൊടുത്തേക്കണേ. അത് ആരും പരിഹാട്ട് ചെയ്യണ്ട, ഇന്നിരുന്ന് മൊത്തം കാണാതെ പഠിച്ചു വെക്കണ്ട, മനസ്സിലാക്കി വെക്കുക. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് CRM സോഫ്റ്റ്വെയർ? CRM എന്റെ അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? അങ്ങനെയായിരിക്കും ഇതിൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നിങ്ങൾക്ക് 4 ഓപ്ഷൻ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് പോയിന്റ്സ് ആൻസർ അവിടെ ഉണ്ട്. അത് നമ്മളൊന്ന് എന്താ പറയാ ഓപ്ഷൻസ് വായിക്കുമ്പോൾ CRM സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലയോ എന്ന് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ചുരുക്കി പറഞ്ഞത്? ഇതൊന്ന് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് കാണുമ്പോൾ അഡ്വാൻറ്റേജ് വരുന്നതാണോ എന്നൊന്ന് എന്താ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിന് പഠിച്ചു വെക്കാം കേട്ടോ. ബൈ ഹാർട്ട് ചെയ്യേണ്ടത്
അഡ്വാൻറ്റേജ് 8 പോയിന്റ്സ് ഉണ്ട്, നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ എന്താണ്? CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് നോക്കിയേ. ഫസ്റ്റ്, കോംപ്രഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻ വിത്ത് മാനേജിംഗ് അപ്പോയിന്റ്മെന്റ്സ്. അതാണ് ഒന്നാമത്തെ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ് എന്നുള്ളത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ് കറക്റ്റ് ആക്കി ഞാൻ പറയുന്നത് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ, പഠിക്കാനായിട്ട് ഷോർട്ട് ചെയ്ത് തന്നതാണ്. നിങ്ങൾക്ക് കുറേ ചോദ്യത്തിരക്കിലിരുന്നല്ലേ നിങ്ങൾ ഇതൊക്കെ ക്ലാസ്സുകൾ കാണുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പത്തിലാണ്. ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ എന്താ പറയേണ്ടത്? അപ്പോയിന്റ്മെന്റ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ജോലികളും CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. കണ്ടോ, അതൊരു ടാസ്ക് ആണ് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാന്നുള്ളത് അല്ലെ. പണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു ക്യൂ നിന്ന് രാവിലെ തുടങ്ങി പോയി ക്യൂ നിന്നിട്ട് വേണം അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. ഇന്ന് അത് വേണ്ട, നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ ഏത് സമയത്തും 24 hours എപ്പോ വേണോ അപ്പോയിന്റ്മെന്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാനും പറ്റും. രാവിലെ നമുക്ക് പറ്റില്ല, ഉച്ച കഴിഞ്ഞ ഡോക്ടർ അവൈലബിൾ ആണോ അതനുസരിച്ച് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. അതല്ലേ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. എന്താണ്? അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, മാനേജിങ് അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ജോലികളും CRM സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ കഴിയും. പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? രണ്ടാമത്തെ നോക്കിയേ, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള സഹകരണം. ഹോസ്പിറ്റലിൽ നിങ്ങൾ എന്താ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് തുടങ്ങിയോ? ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോ? അഞ്ചാമത്തെ ചാപ്റ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതിൽ കുറെ ഡിപ്പാർട്ട്മെന്റ് പഠിക്കണ്ടേ അല്ലെ? ഡിപ്പാർട്ട്മെന്റ്സ് പഠിക്കണ്ടേ നമ്മള്? അതിന്റെ ഓരോന്നും ഡീറ്റെയിലും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒരു ഇതായിട്ട് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പൊ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഹോസ്പിറ്റലിൽ അല്ലേ? ഓരോന്നും ഡീറ്റെയിൽ പഠിക്കാം നമുക്ക്. അപ്പൊ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റോ 2 ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യമല്ല. അപ്പൊ ഹോസ്പിറ്റലിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്താണ്? ഒരു കൊളാബറേഷൻ, ഒരു സഹകരണം വേണം. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ അത് CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നു. എന്താ? A hospital or private parties has many departments that must work in agreement to provide the best patient experience. അല്ലേ? ഇപ്പൊ ഫസ്റ്റ് നമ്മൾ അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുക്കുകയാണ്, ഫ്രണ്ട് ഓഫീസിലേക്ക് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തു. അവിടെ നിന്ന് അവരെ വേറെ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ നമുക്ക് ഏതാണ് ഒഫ്താൽമോളജിയിലാണ് കാണണ്ടേ, കണ്ണിന്റെ സെക്ഷനിലാണ് കാണണമെങ്കിൽ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് കണക്ട് ചെയ്യൂലേ അല്ലേ? അപ്പൊ അവരുമായിട്ട് എന്താണ് ഈ CRM സോഫ്റ്റ്വെയറിലൂടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഒരു സഹകരണം ഉണ്ട്. അതാണ് രണ്ടാമത്തെ. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ അത്രയും അണ്ടർലൈൻ ചെയ്തു കേട്ടോ. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് നല്ല ഒരു ഇത് കൊടുക്കണമെങ്കിൽ, നല്ലൊരു അനുഭവം, നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഒരു സഹകരണം വേണം അല്ലെ? നല്ല രീതിയിൽ എല്ലാവരും തമ്മിൽ സഹകരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം പോരാ. നമ്മൾ ചെന്ന് കണ്ടു, ഡോക്ടർ കണ്ടു, പിന്നെ ഫാർമസിയിലേക്ക് മരുന്നുകൾ വരുമ്പോ ഫാർമസിയിലേക്ക് പോകണം, ബില്ലടയ്ക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്കാനിങ് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ആ ഒരു റേഡിയോളജി അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഒരു സഹകരണം അത് CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ എന്തിനു വേണ്ടിയാ? പേഷ്യൻസിന് നല്ലൊരു ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു അനുഭവം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? പ്രൊവൈഡ് ദ ബെസ്റ്റ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഇപ്പൊ രണ്ടാമത്തേൽ ഇത്ര അണ്ടർലൈൻ ചെയ്യാം, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. മൂന്നാമത്തെ നോക്കിയേ, system can also collect and organize reports that will be beneficial is a healthcare organization. Healthcare organization beneficial ആകുന്ന, പ്രയോജനപ്രദമാകുന്ന എല്ലാ റിപ്പോർട്ടുകളും ശേഖരിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. CRM സോഫ്റ്റ്വെയറിലെല്ലാം ഭദ്രമാണ്. അവിടെ എല്ലാ റിപ്പോർട്ടുകളും കളക്ട് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്നു. അത് അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടേ. CRM system can also collect and organize reports. അത്രേ നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ അതാർക്ക് that will be beneficial in healthcare organization. These reports can be regarding, ഈ റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് നോക്കിയേ?
റിഗാർഡിംഗ് പേഷ്യന്റ് റിക്വസ്റ്റ്, പേഷ്യൻസിന്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർ കംപ്ലൈൻസ്, എന്തെങ്കിലും പരാതികള് അല്ലെങ്കിൽ അങ്ങനെയുള്ളത്. റെഫറൽസ്, എന്തെങ്കിലും ഫയലുകള് റെഫർ ചെയ്യുക അല്ലെ, ഫയലുകള്. Then or internal issues like medical equipment malfunctioning, എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളൊക്കെ തകരാറ് സംഭവിക്കുകയാണെങ്കിൽ അതുമായിട്ടുള്ള എന്താണ് ഇഷ്യൂസ്, ഹോസ്പിറ്റലിൽ ഉള്ളിലുള്ള ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും. അതാണ് എല്ലാ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. പേഷ്യൻസിന്റെ റിക്വസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ്, അവരുടെ റെഫറല്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഇന്റേണൽ ഇഷ്യൂസ്. ഏതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ് മാൽ ഫങ്ഷനിങ്, മാൽ ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ തകരാറ് കേട്ടോ, തകരാറിലാകുന്ന സംഭവങ്ങൾ. ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്താ, ഫസ്റ്റ് പോയിന്റ് അത്ര അണ്ടർലൈൻ ചെയ്തിടാ. എന്താണ്, CRM സിസ്റ്റം ക്യാൻ ഓൾസോ കളക്ട് ആൻഡ് ഓർഗനൈസ് റിപ്പോർട്ട്സ്. എല്ലാ റിപ്പോർട്ട്സും കളക്ട് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ റിപ്പോർട്ട്സും സംഘടിപ്പിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയാ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് പ്രയോജനപ്രദമാകുന്നതിന് വേണ്ടിയിട്ട്. ഈ റിപ്പോർട്ട്സുകൾ എന്തിനേക്ക് സംബന്ധിക്കുന്നതാണ്, റിക്വസ്റ്റുകളാകാം, കംപ്ലൈന്റ്സ് ആവാം, എന്തെങ്കിലും റെഫറൽസ് ആവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂസ്, ഇതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകളാകാം. അടുത്ത പോയിന്റ് നോക്കിയ നാലാമത്തെ, സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. കണ്ടോ, ഈ CRM സോഫ്റ്റ്വെയർ വന്നതോട് കൂടി നമുക്ക് സമയം ലാഭിക്കാൻ പറ്റൂലേ, സമയം ലാഭിക്കാൻ പറ്റൂലേ. സേവ് ടൈം. നമ്മൾ ചെന്ന് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അറിയണം, കുറെ ഫയൽ എടുത്ത് തപ്പേണ്ട ആവശ്യമില്ല. നമുക്കൊരു അപ്പോയിന്റ്മെന്റ് എടുക്കണം, നമുക്ക് രണ്ടാമത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു നമ്പർ വരൂലേ, MRD നമ്പർ വരൂലേ, ആ നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട. പണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവര് ഫയൽ എടുക്കാൻ പോകണം അല്ലെ, ഫയല് എടുത്തുകൊണ്ടുവന്ന് ഫയലുകൾ നോക്കി തപ്പി പിടിച്ചൊക്കെ എടുക്കണം. പിന്നെ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ ഒക്കെ തരാൻ നമുക്ക് ടൈം ലാഭിക്കാം അല്ലെ. നമ്മൾ ചോദിക്കുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് ഇൻഫർമേഷൻ നമുക്കൊക്കെ പെട്ടെന്ന് കിട്ടും. അതാണ് പറയുന്നത് സേവ് ടൈം, ടൈം ആൻഡ് റിസോഴ്സസ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോസ്പിറ്റലിലെ റിസോഴ്സസ് എന്താ, സ്റ്റാഫുകളാകാം അല്ലെ, സ്റ്റാഫുകളാകാം, പേഴ്സണൽ സ്റ്റാഫുകളാകാം, അല്ലെങ്കിൽ ഫെസിലിറ്റികളാകാം, എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളാകാം. ഇതെല്ലാം നമുക്ക് ടൈമും റിസോഴ്സും ലാഭിക്കാൻ പറ്റും. അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ നാലാമത്തെ പോയിന്റില്, സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. ഇപ്പൊ നമുക്ക് 10 പേരിരുന്ന് വർക്ക് ചെയ്യുന്നതിന് പകരം ഈ സോഫ്റ്റ്വെയറിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂലേ അല്ലേ. 10 സ്റ്റാഫുകൾ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോ അവർ ചെയ്യുന്നത് ഇതിന് പകരം ഒരു സിസ്റ്റം മതിയില്ല, ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അതിൽ ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂലേ. അതാണ് സമയം ലാഭിക്കാം, റിസോഴ്സുകൾ ലാഭിക്കാം. Each doctor and nurses at your hospital or private parties can automate their calendar with the CRM software. ശ്രദ്ധിച്ചേ, അടുത്തത് എന്താ, അതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഡോക്ടറിനും നേഴ്സുമാർക്കും ഒക്കെ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ് ഇവർക്കൊക്കെ നമുക്ക് ആ കലണ്ടർ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓട്ടോമാറ്റ് their calendar with CRM software. CRM സോഫ്റ്റ്വെയറിലൂടെ കലണ്ടർ ഓട്ടോമാറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഡോക്ടർ ഒരു സർജറി പറഞ്ഞു, ഇത്രാം തീയതിക്ക് സർജറി, അപ്പൊ നെക്സ്റ്റ് ഡോക്ടറിന് നമ്മൾ ഫോണിൽ ഇങ്ങനെ ഇത് വെക്കൂലേ, റിമൈൻഡർ, നമ്മൾ ഓർമ്മപ്പെടുത്താൻ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ വെക്കൂലേ, അതുപോലെ ഡോക്ടറിനും നേഴ്സിനും ഒക്കെ ആണെങ്കിൽ അവർക്കുടെ അപ്പോയിന്റ്മെന്റ്സുമായിട്ട് അല്ലെ, നമുക്കാണെങ്കിൽ ഇപ്പൊ പ്രൈവറ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് നിന്ന് കൺസൾട്ടേഷൻ ഇന്ന ദിവസം ഡോക്ടർ ഉണ്ടാവോ, എത്ര സമയം മുതൽ കൺസൾട്ടേഷൻ ഉണ്ടാകും, എപ്പോഴാണ് ഡോക്ടർ റൗണ്ട്സിന് പോകുന്നത്, സർജറിയുടെ ടൈം, ഡോക്ടറിന് സർജറി ഇന്ന ദിവസം ഇന്ന സർജറി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഡോക്ടറിന് അതൊക്കെ എന്താ പറയാ, ഡോക്ടറിന് സെറ്റ് ചെയ്ത് വെക്കാം. CRM സോഫ്റ്റ്വെയറിൽ ഡോക്ടറിനോ നേഴ്സിനോ ഒക്കെ അവർക്ക് കലണ്ടർ അവർക്ക് ഓട്ടോമാറ്റ് ചെയ്യാം. അപ്പൊ ആ സോഫ്റ്റ്വെയറിൽ നോക്കിയാൽ ഡോക്ടറിന് പെട്ടെന്ന് അറിയാലോ ഇന്ന ദിവസം സർജറി ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാ പറഞ്ഞേക്കണം, അവർക്ക് കലണ്ടർ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫോണിൽ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. നമ്മളിപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ എന്തെങ്കിലും പരിപാടി ഇന്ന ദിവസമാണെങ്കിൽ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്താൻ നമ്മൾ ചെയ്ത് വെക്കും. അതുപോലെ ഡോക്ടറിന്റെ ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനും ഒക്കെ ഈ CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. ക്ലിയർ ആയില്ല പോയിന്റ്? ഓട്ടോമാറ്റ് ചെയ്യാനായിട്ട് ഡോക്ടറിന്, നേഴ്സിന്, ഹോസ്പിറ്റല് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടി, ഹോസ്പിറ്റലിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടികൾക്കൊക്കെ നമുക്കുടെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാണ്. കണ്ടോ, ഓട്ടോമാറ്റ് കലണ്ടർ വിത്ത് CRM സോഫ്റ്റ്വെയർ. അടുത്ത് നോക്കിയാൽ റെഡ്യൂസ് എറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽ. എന്താ, മെഡിക്കൽ ബില്ലിൽ ഉണ്ടാകുന്ന പിശകുകൾ കുറയ്ക്കാൻ പറ്റും. ശരിയല്ലേ?
മെഡിക്കൽ ബില്ലിൽ വരുന്ന പിശകുകൾ കുറയ്ക്കാൻ പറ്റും. സിസ്റ്റത്തിൽ തെറ്റ് പറ്റൂല. നമ്മൾ മനുഷ്യന്മാരവിടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബില്ലിലൊക്കെ വല്ല പിശക് വരാം. ഒരു പൂജ്യമൊക്കെ മാറിപ്പോയാൽ വലിയ ഇതാവും. ഇല്ലേ? ശരിയല്ലേ? ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല അല്ലേ? അതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജസ് ആണ് ഇത്. റെഡ്യൂസ് ഇറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽ. മെഡിക്കൽ ബില്ലിൽ ഉണ്ടാകുന്ന പിശകുകൾ കുറയ്ക്കാൻ പറ്റുന്നു. അത്രയും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അടുത്ത് നോക്കി, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത പോയിന്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നു. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ അണ്ടർലൈൻ ചെയ്തോട്ടെ. അത്രയും. Improve communication. Okay. Email automation or SMS make sure that timely response are sent to the patient inbox after they take action in some way. Okay. Email automation. നമുക്ക് ഇമെയിലോ SMS ലൂടെയൊക്കെ കറക്റ്റ് ആയിട്ട് അല്ലേ make sure that the timely response correct ആയിട്ട് നമുക്ക് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊന്ന് ചെന്നു, നമ്മളോട് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു, ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു, എന്നിട്ട് നെക്സ്റ്റ് വിസിറ്റിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും, SMS വരും ഇല്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പോ ഡോക്ടറിനെ കണ്ടു, നമുക്ക് കുട്ടിക്ക് വാക്സിൻ എടുക്കാനാണ്, അപ്പൊ വാക്സിൻ എന്നാണ് എടുക്കേണ്ടത്, ആ ഡേറ്റ് ആകുമ്പോഴത്തേക്ക് അവിടെ വരൂലേ? അല്ലെങ്കിൽ നിങ്ങൾ ഫാർമസി ചെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ ബില്ലിന്റെ ഇത് ഡീറ്റെയിൽ നമുക്ക് വേഗം നമ്മുടെ ഫോണിലേക്ക് ഇതായി വരൂലേ? എല്ലാ കാര്യങ്ങളും ഉടനടി നമുക്ക് SMS ആയിട്ടൊക്കെയോ അല്ലെങ്കിൽ നമുക്ക് ഇമെയിലിലൂടെ ഒക്കെ നമുക്ക് കറക്റ്റ് ടൈംലി റെസ്പോൺസ് സമയബന്ധിതമായി സെൻഡ് ചെയ്യാം. പേഷ്യൻസിന്റെ ഇൻബോക്സ്, പേഷ്യൻസിന്റെ ഇതിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അത് email automation or SMS make sure that timely response are sent to the patient inbox. നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ലേ? മെസ്സേജ് വന്നിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റിന് കൊടുത്തു, അതിന്റെ റിസൾട്ട് അപ്പൊ തന്നെ ഫോണിലേക്ക് വരൂലേ? റിസൾട്ട് ആയി കഴിയുമ്പോ തന്നെ ഷുഗർ നോക്കാൻ പോയി, പിന്നെ നമ്മൾ റിസൾട്ട് മേടിക്കാൻ പോകണ്ട, നമ്മൾ ചെന്ന് ബില്ലും അടച്ച് ക്യാഷ് ഒക്കെ അടച്ച് നമ്മൾ പോകുന്നില്ലാതെ എന്താ പറയാ, ഇപ്പൊ നമ്മളെ വീട്ടിൽ വന്നതിന്റെ റിസൾട്ട് ആയി കഴിയുമ്പോൾ ഉടനടി നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് അവിടെ വന്നു കഴിഞ്ഞു അല്ലേ? അതാണ് ടൈംലി റെസ്പോൺസ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ്, ഹോസ്പിറ്റലും പേഷ്യൻസ് ഒക്കെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ അല്ലെ? ഹോസ്പിറ്റലിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ ആ ഒരു SMS-ലൂടെ അല്ലെ, അല്ലെങ്കിൽ ഇമെയിലിലൂടെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നു. Next point നോക്കി, ഏഴാമത്തെ, CRM software will allow you to segment your patients based on their health issues, location, age, gender. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? CRM സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് പേഷ്യൻസിനെ പല വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റുന്നു, സെഗ്മെന്റ്സ് ആയിട്ട് തിരിക്കാൻ പറ്റുന്നു. ബേസ്ഡ് ഓൺ ഏതിന്റെ ബേസിലാ? അവർക്കുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇപ്പൊ എല്ലാവർക്കും ഓരോ രോഗങ്ങളാണോ? എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഒരുപോലെയാണോ? അല്ല അല്ലെ? അതനുസരിച്ച് അവരുടെ ലൊക്കേഷൻ അനുസരിച്ച്, അവരുടെ ഏജ് അനുസരിച്ച്, ജെൻഡർ അനുസരിച്ച്, നമ്മള് മെയില് ഫീമെയിൽ ഒക്കെ വാർഡൊക്കെ വ്യത്യാസമല്ലേ അല്ലേ? മെയില് ഫീമെയിൽ വാർഡ്, രണ്ടുപേരും വാർഡിലുള്ളവര് അല്ലെ, ഒരു വാർഡില്, പിന്നെ അതുപോലെ ഏജ് അനുസരിച്ച്, അങ്ങനെയൊക്കെ നമുക്ക് പേഷ്യൻസിനെ ഇതിനെയൊക്കെ ഹെൽത്ത് ഇഷ്യൂ അനുസരിച്ച്, അവരുടെ ലൊക്കേഷൻ അനുസരിച്ച്, ഏജ് അനുസരിച്ച്, ജെൻഡർ അനുസരിച്ചൊക്കെ പേഷ്യൻസിനെ പല സെഗ്മെന്റ് ആയിട്ട്, പല വിഭാഗങ്ങളായിട്ട് തിരിക്കാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നു. എട്ടാമത്തെ ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഓൾസോ കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ. അത് പ്രത്യേകം ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ കേട്ടോ. അതൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഡാഷ് കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ. ഫ്രണ്ട് ഓഫീസിലെയും ബാക്ക് ഓഫീസിലെയും ഫംഗ്ഷൻസ് കണക്ട് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു. ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം ചെല്ലുന്നത് അല്ലെ, ഒരു പേഷ്യന്റ് ആദ്യം ചെല്ലുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ബാക്ക് ഓഫീസ് എന്താ? അതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത്, അതായത് അക്കൗണ്ടിങ്, കണക്ക് കാര്യങ്ങള്, HR, ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ബാക്ക് ഓഫീസ്. ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ്. അപ്പൊ ഫ്രണ്ട് ഓഫീസിനെയും ബാക്ക് ഓഫീസിനെയും തമ്മിൽ ആര് കണക്ട് ചെയ്യുന്നു? CRM സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യുന്നു. 8 പോയിന്റ്സ് ആണ് കേട്ടോ അഡ്വാൻറ്റേജ് പറയുന്നത്. അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നാമത്തെ, പിന്നെ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു കൊളാബറേഷൻ, പിന്നെ അടുത്തത് എല്ലാ റിപ്പോർട്ടുകളും കളക്ട് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ടൈം റിസോഴ്സ് സേവ് ചെയ്യാൻ പറ്റുന്നു, മെഡിക്കൽ ബില്ലിൽ ഉണ്ടാകുന്ന എററുകൾ കുറയ്ക്കാൻ പറ്റുന്നു, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, പിന്നെ പേഷ്യൻസിന്റെ പല സെഗ്മെന്റ്സ് ആയിട്ട് തിരിക്കാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് ഫ്രണ്ട് ഓഫീസിന്റെയും ബാക്ക് ഓഫീസിന്റെയും പ്രവർത്തനങ്ങൾ കണക്ട് ചെയ്യിക്കുന്നു. ക്ലിയർ ആണ് അല്ലെ? എല്ലാവർക്കും ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കി CRM സോഫ്റ്റ്വെയർ സാമ്പിൾ. കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ? ടെക്സ്റ്റിലൊന്ന് നോക്കി, ഞാനിവിടെ ഷെയർ ചെയ്ത കുഞ്ഞു കുഞ്ഞു അക്ഷരമായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഇതിൽ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ്. ഒരു CRM സോഫ്റ്റ്വെയർ സാമ്പിൾ ആണ്. ഇങ്ങനെയാണ് ആ സോഫ്റ്റ്വെയറിന്റെ ഇതിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ ഉണ്ടാവും അതിനകത്ത്? ഇതുണ്ടല്ലോ, മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ്. വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോടെ, മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ, പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് കേട്ടോ. ബുക്ക് കിട്ടിയില്ല, ടെക്സ്റ്റ് കിട്ടിയില്ല അല്ലെ? അടുത്ത ദിവസമൊക്കെ കിട്ടുമായിരിക്കും. ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തോ കേട്ടോ. ടെക്സ്റ്റ് വൈകോ അല്ലെങ്കിൽ ഉടനടി കിട്ടുമോ എന്നുള്ളത് ടെക്സ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കാം കേട്ടോ. അപ്പൊ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാമ്പിൾ ആണ്, CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിൾ ആണ് ഈ കൊടുത്തേക്കണേ. എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ, വായിക്കാൻ പറ്റുണ്ടോ? പേരുണ്ട്, നെയിം, പേഷ്യന്റിന്റെ പേര് അവിടെ ഉണ്ടാകും, ജെൻഡർ ഉണ്ടാകും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകും, അഡ്രസ് ഉണ്ടാകും, സിറ്റി, സൈറ്റ്, സിപ്പ് കോഡ്, ഇതൊക്കെ അതൊക്കെ പേഷ്യന്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ അടുത്ത് നോക്കിയാൽ എന്താ? മെഡിക്കേഷൻ കണ്ടോ, എന്താണ് അവിടെ പ്രിസ്ക്രൈബ് ചെയ്തത്, ഏതൊക്കെ മരുന്നുകളാണ് പ്രിസ്ക്രൈബ് ചെയ്തത്, അത് അവിടെ പേരുണ്ടാവും. കണ്ടോ? CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിളാ. അപ്പൊ നമ്മുടെ ഇതെടുത്തിട്ട് ഏത് മരുന്നാ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തെന്നുള്ളതാണ് ആ മെഡിക്കേഷൻ. കണ്ടോ, അവിടെ ഉണ്ടാകും. പിന്നെ നോക്കിയ താഴെ കണ്ടോ, ഫിൽറ്റർഡ് ബൈ, പിന്നെ അത് ലാസ്റ്റ് ഡേറ്റ്, ലാസ്റ്റ് വന്നു പോയ ഡേറ്റ്, പിന്നെ പ്രിസ്ക്രൈബർ, ഏത് ഡോക്ടറാണ് പ്രിസ്ക്രൈബ് ചെയ്തത് ആ ഡോക്ടറിന്റെ പേരും ഉണ്ടാവും അവിടെ. കണ്ടോ, പ്രിസ്ക്രൈബർ എന്നുണ്ടോ ഒരു കോളർ, അതിനകത്ത് ഡോക്ടറിന്റെ പേരുണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഏത് CRM സോഫ്റ്റ്വെയറിൽ. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ട? മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള CRM സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് നോക്കിയേ, അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കൂലേ, ഡോക്ടറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുക്കൂലേ, അപ്പൊ ഇങ്ങനത്തെ ഇതിനകത്ത് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് അവര്. അതിന്റെ സാമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്നത്. കണ്ടോ, അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽ, മെമ്പർഷിപ്പ് ID. ആദ്യം തന്നെ എന്താ, നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ ഒരു നമ്പർ ഇല്ലേ അവിടെ, ഒരു 2-3 ഇംഗ്ലീഷ് ലെറ്ററും ഉണ്ടാവും, പിന്നെ കുറച്ച് നമ്പറും ഉണ്ടാവും അല്ലെ? മിക്കതും അങ്ങനെയാണ്. സാധാരണ നമ്പർ മാത്രമുള്ളതുണ്ട്. ഒരു ID, MRB നമ്പർ, നമ്മുടെ പേരിന്റെ അല്ല അവിടെ പ്രശസ്തി, നമ്മളോട് നമ്പറാ ചോദിക്കുള്ളൂ അല്ലെ? ചെന്ന് കഴിഞ്ഞ് നമ്മൾ പറയാണ് 15-21-4 അങ്ങനെ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് നേരെ കമ്പ്യൂട്ടറിൽ ആ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ എന്താ, നമ്മുടെ ഡീറ്റെയിൽ അവിടെ വന്നു കഴിഞ്ഞു. അല്ലാതെ പേരോ അഡ്രസ്സോ വീണ്ടും വേണോ? നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ മാത്രം ഈ ഡീറ്റെയിൽസ് അതിലേക്ക് എൻട്രി ചെയ്ത് വെച്ചേക്കും. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ ആ നമ്പർ മാത്രം മതി. ആ നമ്പർ മാത്രം, ആ കാർഡ് കൊണ്ടുപോയി ആ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും. പിന്നെയും ചെല്ലുമ്പോൾ നമ്മളോട് പേരെന്താ, പൈസ എത്രയാ, വീട് എവിടെയാ, അഡ്രസ് എന്താന്ന് പിന്നെയും ചോദിക്കും അവര്. ഇല്ല, അത് സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ നമ്പറിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓരോ പേഷ്യന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുന്ന നമ്പറാണ് മെമ്പർഷിപ്പ് ID നമ്പർ ഉണ്ടാകും. പിന്നെ താഴെ നോക്കിയ പേര്, ഡേറ്റ്, ടൈം, ഏത് സമയത്തേക്കാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തതെന്ന് വേണ്ടേ അല്ലെ? അത് പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സർവീസ്, എന്ത് ടൈപ്പ് സർവീസാ വേണ്ടത്. കണ്ടോ, ടൈപ്പ് ഓഫ് സർവീസസ് താഴെ കിടക്കണോ, ഇവിടെ കൊടുത്തേക്കണ ന്യൂട്രീഷൻ കൗൺസിലിംഗ് ആട്ടോ ആ സർവീസ്, അവർക്ക് വേണ്ട സർവീസാ കൊടുത്തേക്കുന്നത്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് സർവീസ് ആണ്, പിന്നെ അത് സേവ് ചെയ്യുന്നു, അത് പുതിയത് അപ്ഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം, പിന്നെ അതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യും. പിന്നെ അടുത്ത ആൾ വരുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ആ നമ്പർ അടിച്ചു കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഏതാണ്? ഇത് അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ്. ഇതിൽ നിന്ന് 2 ബോക്സിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അത് രണ്ടും നമുക്കൊന്നും എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം തന്നേക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? VITAL. എന്താ വൈറ്റൽ? സുപ്രധാനമായ. അറിയില്ലാത്തവർ എഴുതി വെച്ചോട്ടോ.
സുപ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്. ഇപ്പൊ കുറച്ച് ഫങ്ഷൻസ് പറഞ്ഞു, ഇനി നോക്കിയേ സുപ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. വൈറ്റൽ ഫങ്ഷൻസ് മനസ്സിലാക്കി വെക്കാം. എന്തൊക്കെയാണ് ഏറ്റവും ഫ്രണ്ട് ഓഫീസിൽ സുപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ? ഫസ്റ്റ് നോക്കി, ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലം. അതാണ് ആദ്യത്തെ കാര്യം. എന്താ? ടു ഐഡന്റിഫൈ, മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക, അതിനെ വിശകലനം ചെയ്യുക. എന്ത്? കസ്റ്റമറിന്റെ ആവശ്യങ്ങള്, അവരുടെ പ്രശ്നങ്ങൾ. അതല്ലേ ഫ്രണ്ട് ഓഫീസ് ആദ്യം തന്നെ. ആദ്യമായിട്ട് ചെല്ലുമ്പോ നമ്മൾ ഒരു പേഷ്യന്റ് കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ നമ്മൾ എന്താണ് വേണ്ടത്, എന്താണ്, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, എന്താണ് പ്രശ്നം, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, കണ്ടെത്തുകയും വിശകലനം ചെയ്യുക. കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഐഡന്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. രണ്ടാമത്തെ പോയിന്റ് നോക്കി, റിക്കഗ്നൈസ്. റിക്കഗ്നൈസ് ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചറിയുക. എന്താണ്? ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. കസ്റ്റമർ കംപ്ലൈൻസ് അല്ലെ, കസ്റ്റമറിന്റെ കംപ്ലൈൻസ് എന്താണ് സാധാരണയായിട്ട്, അല്ലെങ്കിൽ എന്താ, എന്ത് കാരണം, അതിന്റെ റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റിക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺ, ഏറ്റവും സാധാരണമായ റീസൺ തിരിച്ചറിയുക. എന്ത്? ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. കസ്റ്റമർ കംപ്ലൈൻസിനുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള കാരണം തിരിച്ചറിയുക. അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഏത് സെക്ഷൻ അല്ലെങ്കിൽ എന്താണ് അവിടെ കംപ്ലൈന്റ് ചെയ്യുന്നത്, അത് കേട്ടോ. കസ്റ്റമർ കംപ്ലൈൻസിനുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള കാരണം തിരിച്ചറിയുക. മൂന്നാമത് നോക്കിയേ, ഡിസ്കവർ ടെക്നിക്. ടെക്നിക്കുകളെ കണ്ടെത്തുക. എന്തിനുള്ള ടെക്നിക്കാന്ന് നോക്കിയേ? ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. കണ്ടോ, നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് കൾട്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വളർത്തിയെടുക്കുക. വളർത്തിയെടുക്കാനും അത് നിലനിർത്താനും, മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. ഒരു നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കാനും നിയന്ത്രിക്കാനുമുള്ള ടെക്നിക്ക് കണ്ടെത്തുക. അല്ലെ, കസ്റ്റമറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിലാണ് അവർ വീണ്ടും വരുള്ളൂ, അല്ലെ, വീണ്ടും ആ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ. അപ്പൊ അങ്ങനെ കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങള്, അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ, നിലനിർത്താൻ എന്തൊക്കെ ടെക്നിക്കുകളാണ്, അത് കണ്ടെത്തുക, ഡിസ്കവർ ചെയ്യുക. നാലാമത്തെ പോയിന്റ് എന്താ? അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് വിലയിരുത്തുക. അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് വിലയിരുത്തുക. ആൻഡ് യൂസ് ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ടു ദ ലെവൽ വിത്ത് പീപ്പിൾ. എന്ത് വേണം? ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അതെങ്ങനെ? ആളുകളുടെ ലെവലുമായിട്ട്. ഇപ്പൊ എല്ലാവരും ഒരേ സ്റ്റാൻഡേർഡ് ഉള്ളവരായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരേ ലെവലിലുള്ളവരായിരിക്കണമെന്നില്ല, അല്ലെ. ചിലപ്പോ ലോക്കല് അല്ലെങ്കിൽ സാധാ ഉള്ള ആളുകളുണ്ടാവും. അപ്പൊ എങ്ങനെ നമ്മൾ അവരോട് എങ്ങനെ നമ്മൾ പെരുമാറണം? അവർക്ക് ലാംഗ്വേജ്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, വലിയ ഇംഗ്ലീഷിൽ വലിയ ഇതൊന്നുമില്ല, നമ്മുടെ ഇതാണ്, സാധാരണക്കാരനാണ് വന്നേക്കുന്നത്, അല്ലെ, അധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അവരോട് നമ്മൾ വലിയ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ? ഇല്ല. അപ്പൊ അവരോട് എന്താ, നോർമൽ ലാംഗ്വേജിൽ അവർക്ക് ലെവല് അത് നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ആളുകൾ ഏത് ലെവലിലുള്ളതാണ് ആ രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ടു വേ വേണം. നമ്മൾ പറയുക മാത്രമല്ലോ, അവരോട് കാര്യങ്ങൾ ചോദിക്കണം, അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് നമ്മൾ ഉപയോഗിക്കണം. ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് സ്കിൽസ്, അതിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, അതിനുള്ള കഴിവ് വേണം. എങ്ങനെ? ആളുകളുടെ ലെവല് നോക്കിയിട്ട്. ടു അക്സെപ്റ്റ് ഫീഡ്ബാക്ക്, അവരുടെ ഫീഡ്ബാക്ക് അക്സെപ്റ്റ് ചെയ്യുക. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലം. എന്താണ്? അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുക. അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പേഷ്യൻസ് എങ്ങനെയാണ്, അവരുടെ ലെവൽ എന്താണ്, അതിനനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം.
അല്ലാതെ വന്ന് സാധാരണക്കാരാണ് പാവപ്പെട്ട എന്താ വലിയ എഡ്യൂക്കേറ്റഡ് അല്ല, അവരോട് വലിയ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല അല്ലെ. അപ്പൊ അവര് ആ രീതിയിൽ മാനിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അവരോട് സംസാരിക്കണം അല്ലെ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് വിലയിരുത്തുക എന്നുള്ളത്. അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കണം, ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലം ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം അപ്ലൈ ട്രീറ്റ്മെന്റ്. കണ്ടോ, നമ്മുടെ കസ്റ്റമർ സർവീസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് അങ്ങനെ ഉണ്ടാക്കുന്ന സ്പെസിഫിക് പ്രോബ്ലം അത് ഐഡന്റിഫൈ ചെയ്യുക. കസ്റ്റമർ സർവീസിൽ ഉണ്ടാകുന്ന പ്രത്യേകമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അപ്ലൈ ട്രീറ്റ്മെന്റ്, അതിനുള്ള ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുകയും ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഇതൊന്നും ആവണമെന്നില്ല അല്ലെ. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ കസ്റ്റമർ സർവീസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക, അതിനുള്ള ചികിത്സ അല്ലെങ്കിൽ അത് എന്താണ് അതിനൊരു സൊല്യൂഷൻ അതൊരു അപ്ലൈ ചെയ്യുക. അത്രയാണ് വൈറ്റൽ ഫങ്ഷൻസ് കേട്ടോ. ഈ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് നോക്കണം, ഫ്രണ്ട് ഓഫീസിന്റെ വൈറ്റൽ ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുക. കസ്റ്റമറിന്റെ നീഡ്സ് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക. പിന്നെ അത് കസ്റ്റമർ കംപ്ലൈന്റ്സിനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് തിരിച്ചറിയുക. പിന്നെ കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും വളർത്തിയെടുക്കാനുമുള്ള ടെക്നിക്കുകൾ കണ്ടെത്തുക, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വിലയിരുത്തുക. ദെൻ സ്പെസിഫിക് പ്രോബ്ലം, കസ്റ്റമർ സർവീസ് പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന പ്രത്യേക പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്, അതിനുള്ള ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് നോക്കിയേ, ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. മെയിൻ പാർട്ടിലേക്ക് വരിക കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിന്റെ ഫസ്റ്റ് ഫങ്ഷൻ ആണ് രജിസ്ട്രേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഒന്ന് എന്നുള്ളത് രജിസ്ട്രേഷൻ. ഇതാണ് കേട്ടോ മിക്കവാറും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ ഫങ്ഷൻസിൽ വരുന്നത്. ഒന്നാമത്തെ ഫങ്ഷൻ എന്താ, രജിസ്റ്റർ ചെയ്യുക അല്ലെ. പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക, അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. അതാണ് ഇമ്പോർട്ടന്റ് കൊടുത്തേന്. നോക്കിയേ, ദ പേഷ്യന്റ് ഓർ ഗസ്റ്റ് കമ്മിങ് ഫോർ ട്രീറ്റ്മെന്റ് ഓർ വില്ലിംഗ് ടു ഷോ എ കൺസൾട്ടന്റ്. ട്രീറ്റ്മെന്റിനായിട്ട് വന്നതോ അല്ലെങ്കിൽ കൺസൾട്ടന്റിനെ കാണിക്കാനായിട്ട് വരുന്ന ആളുകളെ രജിസ്റ്റർ ചെയ്യുക, അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. രജിസ്ട്രേഷൻ അണ്ടർലൈൻ ചെയ്തതാ. അതിന്റെ താഴെ തന്നെ ഒരു സബ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, രജിസ്റ്ററിംഗ് ഗസ്റ്റ്. ഗസ്റ്റുകളെ രജിസ്റ്റർ ചെയ്യുക അല്ലെ, അപ്പോയിന്റ്മെന്റ് എടുക്കുക, രജിസ്റ്റർ ചെയ്യുക. ദ ഹോസ്പിറ്റൽ നീഡ് ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് ഗസ്റ്റ് എസെൻഷ്യൽ ഫോർ അതർ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ. കണ്ടോ, ഇത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഈ പേഷ്യൻസിന്റെ കുറിച്ചുള്ള എല്ലാ ഡേറ്റാസും അവിടെ CRM സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ അവര് ശേഖരിക്കുന്നുണ്ട്. അപ്പൊ പേഷ്യൻസുമായിട്ട് ഇത് എന്തിനു വേണ്ടിയാ, ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അല്ലെ. ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ അവർക്കും ഇവിടെ നിന്ന് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കൊടുക്കും അല്ലെ. ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഇവിടുത്തെ ഡീറ്റെയിൽസ് അങ്ങോട്ടേക്ക് കൊടുക്കുക ചെയ്യുന്നത്. അല്ലാതെ അവിടെ ചെല്ലുമ്പോഴും ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് നേരെ ഫാർമസിയിൽ പോയി, അല്ല നമുക്ക് ഫാർമസിയിലാണെങ്കിൽ പോയി മരുന്ന് മേടിച്ചാൽ മതി. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും നമ്മുടെ പേരും അഡ്രസ്സും ഒന്നും അവിടെ പറയണ്ട അല്ലെ. ഓൾറെഡി നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽ അവിടെ ഉണ്ട്. അതാണ് the hospital need to keep a complete register. ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ ഹോസ്പിറ്റല് കീപ്പ് ചെയ്യണം. ഏത്, ഓഫ് ദ ഗസ്റ്റ് ടു എസെൻഷ്യൽ ഫോർ ദ ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ, അതായത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള, ഫ്രണ്ട് ഓഫീസിലേക്ക് മാത്രമല്ല അത് എടുക്കുന്ന ആ ഇൻഫർമേഷൻ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കും. ഇതാണ്, മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഗസ്റ്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രജിസ്റ്റർ ഹോസ്പിറ്റല് സൂക്ഷിക്കണം. എന്തൊക്കെയാ വരുന്നത്, അതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്. ഇപ്പൊ രജിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ്, മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാവും. പിന്നെ നമ്മുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകും. പിന്നെ ബില്ലിംഗ് വിവരങ്ങൾ ഉണ്ടാകും. വാർഡ് അല്ലെങ്കിൽ ഡയഗ്നോസിസ്, വാർഡിനെ സംബന്ധിക്കുന്നത് നമ്മുടെ ഡയഗ്നോസിസ്, നമുക്ക് എന്താണ് ഇപ്പൊ എല്ലാ സ്കാനിങ്ങോ അങ്ങനെയുള്ളത് എന്തെങ്കിലും എക്സ്റേയോ അതോ അങ്ങനെ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രജിസ്റ്റർ ഉണ്ടാകും. അതേഴ്സ്, മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ 4 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞില്ലേ, അത് എന്തൊക്കെയാണെന്നാ പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ് ഓർ diagnostic.
നെക്സ്റ്റ് നോക്കിയേ, ക്ലിയർ അല്ലേ? കേട്ടോ, ക്ലിയർ ആണോ? പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക, ഇതാണ് ആദ്യത്തെ കാര്യം വേണ്ടത് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ആ കംപ്ലീറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞ എന്താണ്? അതേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ എല്ലാരും ഇതിനകത്ത് ഉൾപ്പെടാത്ത മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാരും വരും. അതാണ് ഓരോന്നും പ്രത്യേകം ഇനി പറയാത്തത് കേട്ടോ. മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും വരും അതേഴ്സ് എന്നുള്ളത് കേട്ടോ. അടുത്ത നോക്കി, ഡേറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. ഡേറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. ഒരു രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് എന്താണ്? പേഴ്സണൽ ഡേറ്റ. അതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വ്യക്തിപരമായിട്ടുള്ള ഡേറ്റ. എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫൈബിൾ നാച്ചുറൽ പേഴ്സൺസ്. അല്ലെ, നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട വ്യക്തി അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യേണ്ട വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും, അതായത് പേഴ്സണൽ ഡേറ്റ ഉണ്ടാകും. എന്താ? പേരുണ്ടാവും, നമ്മുടെ പേരുണ്ടാവില്ലേ? ആ നമ്പർ മാത്രമല്ല, ആ നമ്പറിലാണ് നമ്മൾ പിന്നീട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്താ അറിയപ്പെടുന്നത്. എങ്കിൽ പോലും ആ നമ്പർ അടിച്ചു കൊടുത്താൽ എന്തുണ്ടാവും? പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള എല്ലാ പേഴ്സണൽ ഡേറ്റാസും ഉണ്ടാകും. രജിസ്ട്രേഷന് വേണ്ടി എന്ത് വേണം? പേഴ്സണൽ ഡേറ്റ വേണ്ടേ? നമ്മൾ ചെല്ലുമ്പോ ചോദിക്കൂലേ? ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ചെയ്യുമ്പോ ചോദിക്കൂലേ പേരെന്താ, അല്ലേ? അഡ്രസ്, ഏജ്, ഫോൺ നമ്പർ, അല്ലെ? ഇതെല്ലാം ചോദിക്കൂലേ? പേഴ്സണൽ ഡേറ്റാസും വേണം. ഇനി അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞത് എന്താണ്? രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഡേറ്റ, അതിനു വേണ്ടി പേഴ്സണൽ ഡേറ്റാസ് ചോദിക്കും, അതുണ്ടാകും. രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ റെക്കോർഡില്, കംപ്ലീറ്റ് രജിസ്റ്ററില് മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ് അല്ലെങ്കിൽ ഡയഗ്നോസിസ്, മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും പേഷ്യൻസുമായിട്ട് സംബന്ധിക്കുന്ന എല്ലാവരും ഒരു കംപ്ലീറ്റ് രജിസ്റ്ററിൽ ഉണ്ടായിരിക്കും. ഇനി ഗസ്റ്റിലുള്ള ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഗസ്റ്റിന് കൊടുക്കുന്ന ഇൻഫർമേഷൻ. ഒന്നാമത്തെ രജിസ്ട്രേഷൻ. ഫസ്റ്റ് എന്താണ് ഫംഗ്ഷൻ? രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇനി രണ്ടാമത്തെ പറയുന്നത് ഏതാ? ഇൻഫർമേഷൻ. ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻ ആണ്. അതിൽ ആദ്യം എന്താ? ടാരിഫ്. ടാരിഫ് എന്ന് പറഞ്ഞ റേറ്റ് ആണ് കേട്ടോ. ഒന്ന് എഴുതി വെച്ചോ. RAT, റേറ്റ്. റേറ്റ് ആണ് ടാരിഫ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു സർവീസ് ഇല്ലേ, അതിനുള്ള ഫിക്സ്ഡ് റേറ്റ് ആണ്. നമ്മൾ ഇന്ന ഇത് ചെയ്യണം, പിന്നെ MRI സ്കാൻ പറഞ്ഞു, അതിനൊരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ടാവും, അല്ലേ? ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ടാവില്ലേ? സ്കാനിങ് പറഞ്ഞു, അല്ലെങ്കിൽ എക്സ്റേ ചെയ്യണം, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഓരോ സർവീസിനും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റേറ്റ് ഉണ്ട്. അതാണ് താരിഫ്. അത് പറഞ്ഞു തരൂലേ? അല്ലെ, ഇത്ര രൂപയാവുന്നുള്ളത് പറഞ്ഞു തരൂലേ? ഗസ്റ്റിന് കൊടുക്കുന്ന ഇൻഫർമേഷനാ. ഇപ്പൊ നമ്മളോട് ഒരു സർജറി പറഞ്ഞു, അല്ലെ? എന്തെങ്കിലും ഇതാണ് എനിക്ക് സർജറി, സർജറിക്ക് ഒരു 80,000 രൂപ ബില്ല് വരും കേട്ടോ, സർജറിക്കുള്ള ഇത്രയാവുമെന്ന് പറയൂലേ? അല്ലെങ്കിൽ സർജറി കഴിയുമ്പോഴാണ് നമ്മളോട് ബില്ല് അങ്ങനെ അടിച്ച് ഒരു 2 ലക്ഷം രൂപ എന്ന് എഴുതി തന്നു. അപ്പൊ നമ്മൾ അയ്യോ എന്റെ പൊന്നു സാറേ ഞങ്ങളുടെ കൊടുക്കാറില്ല, ഞങ്ങളോട് ആദ്യം പറയണ്ടായിരുന്നു എത്രയും രൂപ വരും എന്നൊക്കെ പറയൂലേ? നമ്മള് അവിടെ പ്രശ്നമാവൂലേ? അപ്പൊ അതായത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ആ സർവീസ്, അതുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആ ഒരു എന്താ പറയുക റേറ്റ്, അതാണ് താരിഫ്. അത് ഗസ്റ്റിന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളൊക്കെ ഒരു സർജറി ഒക്കെ പറയുമ്പോ മുന്നേ പറയൂലേ ഇത്ര രൂപയാവുന്ന്, അല്ലേ? സർജറി ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ആണെങ്കിലും ചെയ്യുമ്പോൾ ആ റേറ്റ് പറയും. ഫിക്സ്ഡ് റേറ്റ് ഉണ്ട് അവിടെ. ഹോസ്പിറ്റലിന്റെ ഓരോ സർവീസിനും ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്. അത് ഗസ്റ്റിന് പറഞ്ഞു കൊടുക്കണം. പേഷ്യൻസിന് അത് അറിയണം. അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിന്റെ റേറ്റ് അറിയണം. രണ്ടാമത് നോക്കിയേ, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്. സീനിയർ സിറ്റിസൺ ക്ലബ്ബ്. സീനിയർ സിറ്റിസൺസ് ആരാ? സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞ ആരാ? എത്ര വയസ്സിന് മുകളിലുള്ളവരാ സീനിയർ സിറ്റിസൺ? എത്രയാ? ഓൾഡ് ആയിട്ടുള്ള 60 വയസ്സിന് മുകളിൽ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ളവർ സീനിയർ സിറ്റിസൺ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയാ, പ്രൊവൈഡ് എ ഫ്രണ്ട്ലി വെൽക്കമിങ് പ്ലേസ്. ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു പ്ലേസ്, അവർക്കൂടെ ഒരു ക്ലബ്ബ്, അല്ലെ? അങ്ങനെയുള്ള ഒരു കാര്യങ്ങള് അതിനെ സംബന്ധിക്കുന്നത് വിവരങ്ങളും ഹോസ്പിറ്റലിൽ നിന്ന് ഗസ്റ്റിന് കൊടുക്കണം. ഇപ്പൊ 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ക്ലബ്ബ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അവിടെ നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാനും, അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനെ ഒരു ക്ലബ് ഉണ്ട് അപ്പൊ അവർക്ക് വേണമെങ്കിൽ അതില് മെമ്പർ ആകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ അതിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത നോക്കിയ അതർ പാക്കേജുകൾ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന മറ്റ് പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചുള്ള പാക്കേജുകൾ. ഇപ്പൊ പറയാണ്, ഇപ്പൊ സ്പെഷ്യൽ പാക്കേജ് ഉണ്ട് കേട്ടോ, ഫുൾ ബോഡി ചെക്ക് ചെയ്യണേന് ഇത്ര രൂപയേ ഉള്ളൂ, ഓരോന്നും ചെയ്യണേക്കാളും ഫുൾ ബോഡി ചെക്കപ്പിന് ഇത്ര രൂപയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എല്ലാത്തിനും ഇല്ലേ ഇങ്ങനെ ഒരു പാക്കേജ് പോലെ വരൂലേ അല്ലെ, ഓരോന്നിന്റെ ഒക്കെ ഇത് ഇപ്പൊ 2 എണ്ണം കൂടി ചെയ്യുവാണെങ്കിലോ ഇതിന് ഇൻഷുറൻസ് പാക്കേജ്. ഓക്കെ, മറ്റുള്ള പാക്കേജുകള് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കണം അല്ലെ. ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചുള്ള പാക്കേജുകള് അതൊക്കെ ഗസ്റ്റിന് കൊടുക്കണം. പിന്നെ നോക്കിയേ, അതർ ഇൻവെസ്റ്റിഗേഷൻ, മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക് ഇതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഗസ്റ്റിന് കൊടുക്കണം. ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കണ്ടോ, ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട ഡയഗ്നോസ്റ്റിക്, രോഗനിർണയവുമായി, ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, രോഗനിർണയവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ. നമുക്കൊരു വയറുവേദനയായി അപ്പൊ ഡോക്ടർ പറയും എന്താണ് നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു ഡയഗ്നോസ്റ്റിക്, ഇപ്പൊ ക്യാൻസർ ആണോ സംശയമുണ്ട്, ബയോപ്സിക്ക് ആയിരിക്കും, അതൊരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ് അല്ലേ. അത് വന്ന് നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലെ. ലബോറട്ടറിയില് എല്ലാ കൈയും വൈറ്റൽ ഫങ്ഷൻസിന്റെ 3rd പോയിന്റ് ആണ്. 1, 2, 3 പറഞ്ഞുതരാം കേട്ടോ. നോക്കിയപ്പോ എവിടെ പറഞ്ഞു നിർത്തിയത്, ചോദിച്ച ആളൊന്ന് നിൽക്കണം കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇന്നിപ്പോ 2ാമത്തെ ക്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യത്തെ ക്ലാസ്സിൽ കയറുമ്പോ 2ാമത്തെ മിസ് അവിടെ ഞാൻ ഇറങ്ങാൻ നോക്കിയിരിക്കും, അവിടെ ഡോറിന്റെ ഭാഗത്തൊക്കെ വെയിറ്റിംഗിലായിരിക്കും. അപ്പൊ നമ്മൾക്ക് കറക്റ്റ് 1 മണിക്കൂറുള്ളൂ. നമുക്കും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കയറാനുണ്ട്, അവരും അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമല്ലോ. 2ാമത്തെ ക്ലാസ്സിനാണ് ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റ് ഇരിക്കണം എന്നുള്ളൂ, എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പോ എനിക്ക് അടുത്ത ഇത് കുഴപ്പമില്ല, അടുത്ത ക്ലാസ് ഉണ്ട് എങ്കിൽ പോലും 2 മിനിറ്റ് ആണെങ്കിൽ അവിടെ നിന്നോളൂ, പ്രശ്നമില്ല. നോക്കി എവിടെയാണ് പറഞ്ഞത്. അപ്പൊ നോക്കി, അങ്ങനെ ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡീറ്റെയിൽസും പറയണം. ഓക്കെ, ലാസ്റ്റ് നോക്കിയ എമർജൻസി ഓർ ഇൻപേഷ്യൻസ്, എമർജൻസി രീതിയിലുള്ള എല്ലാ കാര്യങ്ങള്. ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞത് ആരാ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ ഇൻപേഷ്യൻസ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവരാണ് ഇൻപേഷ്യൻസ്. അവരെ കുറിച്ച് അല്ലെങ്കിൽ എമർജൻസി സർവീസുകളോ അല്ലെങ്കിൽ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയാൽ നമുക്ക് ഏതാണ്, ക്യാഷ് കളക്ഷൻ. പിന്നെ ഒരു ഫ്രണ്ട് ഓഫീസ് ചെയ്യേണ്ട, ആദ്യം രജിസ്ട്രേഷൻ പറഞ്ഞു, രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആണ്. 2ാമത്തെ ഗസ്റ്റിന് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, അതും ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻ ആണ്. ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അടുത്തത് ക്യാഷ് കളക്ഷൻ ആണ്. ക്യാഷ് കളക്ട് ചെയ്യണം, ഇതിനൊക്കെ പൈസ വേണ്ടേ, ഫ്രണ്ട് ഓഫീസിലെ ക്യാഷ് കളക്ട് ചെയ്യുക എന്നുള്ളത്. നോക്കിയേ, the registered amount to be collected from the guest and should be deposited to the cash. ക്യാഷിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. വെറുതെ ഫ്രീ സർവീസ് ആണോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ക്യാഷ് കൊടുക്കണ്ടേ അല്ലെ? ആ ക്യാഷ് ഒക്കെ ഓരോ ഗസ്റ്റിൽ നിന്നുമുള്ള, പേഷ്യൻസിൽ നിന്നുമുള്ള ക്യാഷുകളൊക്കെ കളക്ട് ചെയ്യുക, അത് ക്യാഷിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. At the end of the day or before closing the counter, hand over to another person. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, അതിന് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ഇതും കറക്റ്റ് ചെയ്ത് ക്യാഷിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അതാണ് ക്യാഷ് കളക്ഷൻ. നിങ്ങൾക്കറിയാലോ, ഡ്യൂട്ടി മാറൂലേ, 24 hours ഡ്യൂട്ടി ആർക്കും ഇല്ലല്ലോ അല്ലെ, ഷിഫ്റ്റ് ആണ് അല്ലെ. ഇപ്പൊ ഫ്രണ്ട് ഓഫീസിൽ രാവിലെ മോർണിംഗ് 8 മുതൽ 5 മണി വരെയും ഒരാള്, അടുത്ത അവര് ഷിഫ്റ്റ് മാറി നെക്സ്റ്റ് ടീമുകൾ വരും അവിടെ അല്ലെ. അങ്ങനെയല്ലേ, ഷിഫ്റ്റ് ആയിട്ടല്ലേ അവിടെ, 3 ഷിഫ്റ്റ് ആണ്. അത് പഠിക്കാറുണ്ട് കേട്ടോ, ഫ്രണ്ട് ഓഫീസിൽ 3 ഷിഫ്റ്റ് ആയിട്ടാണ് വർക്കിംഗ്. അതൊക്കെ ഡീറ്റെയിൽ പഠിക്കണ്ട. അപ്പൊ അതായത് ഒരു ഷിഫ്റ്റ് മാറിക്കഴിഞ്ഞാൽ അടുത്ത ഷിഫ്റ്റിലേക്ക് വരുമ്പോഴേ ഞാനിവിടെ ഇരുന്ന് കണക്ക് കൂട്ടി ഇന്ന് എത്ര പേഷ്യൻസ് എനിക്ക് വന്നു, എത്ര ക്യാഷ് കളക്ട് ചെയ്യുന്നുള്ള ബില്ല് ക്ലോസ് ചെയ്തിട്ട് വേണം അടുത്ത ഹാൻഡ് ഓവർ ചെയ്യാൻ. എന്നിട്ട് അയാൾ അവിടെ കയറി കഴിയുമ്പോൾ ഫ്രഷ് ആയിട്ടാ തുടങ്ങുള്ളൂ. അപ്പൊ ഞാൻ കളക്ട് ചെയ്ത ക്യാഷ് മുഴുവനും അവിടെ സെറ്റ് ചെയ്ത് ക്യാഷിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം എന്റെ ഡ്യൂട്ടി വിടാൻ. മനസ്സിലായോ?
ബിഫോർ ക്ലോസിംഗ് കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ. മറ്റൊരാൾക്ക് അത് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം ക്ലോസ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇരിക്കുന്നവർക്ക് അറിയാം. ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യേണ്ട ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ മുന്നത്തെ ബാച്ചിലൊക്കെ 1-2 കുട്ടികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് വേഗം വേഗം പറയും. ഞാൻ പറയും ഇങ്ങനെയല്ലേ, നിങ്ങളുടെ സ്വഭാവം മാറിയില്ലേ? അപ്പൊ ശരിയാണ് മിസ്സേ, നേരത്തെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവിടെ വന്നതോടുകൂടി നമ്മൾ അങ്ങനെ അവർക്ക് ആ ഒരു ട്രെയിനിങ് ആണ്. എല്ലാവരോടും നല്ല രീതിയിൽ ഡീൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ ദേഷ്യമൊക്കെ മാറി. എത്ര ചോദിച്ചാലും നമ്മളത് പറഞ്ഞു കൊടുക്കാനൊക്കെ നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അവര് ഭയങ്കര സപ്പോർട്ട് ചെയ്തു തരും. വർക്കിംഗ് റിസപ്ഷനിൽ വർക്ക് ചെയ്യണ്ടോ ശ്രീദേവി? അല്ലേ ശ്രീദേവി? ഇതൊക്കെ നമ്മുടെ ഷിഫ്റ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വേണ്ടേ നമുക്ക് ഇറങ്ങാനായിട്ട്, അല്ലേ? അല്ലെങ്കിൽ അടുത്ത ആള് നമ്മുടെ കണക്ക് ക്ലോസ് ചെയ്യോ? ക്ലോസ് ചെയ്യോ? നമ്മൾ തന്നെ ക്ലോസ് ചെയ്ത് ഓക്കെ ആക്കണം, അല്ലേ? യെസ്. ഇനി അടുത്തത് എന്താണ്? ഒരു കാര്യം ക്യാഷ് കളക്ഷൻ പറഞ്ഞു. ഇനി അടുത്തത് ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. ഇൻഫർമേഷൻ, ഇനി നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കണം. ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ വരുന്ന ഗസ്റ്റിനൊക്കെ പേഷ്യൻസിന് ഇൻഫർമേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അവരെന്തെങ്കിലും എൻക്വയറി അന്വേഷണം നടത്തുവാണെങ്കിൽ അത് കൈകാര്യം ചെയ്യണം നമ്മൾ, അല്ലെ? എൻക്വയറി, അവരെന്തെങ്കിലും ഇന്നത് എവിടെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അവരുടെ അന്വേഷണങ്ങളും കൈകാര്യം ചെയ്യണം. അപ്പൊ നോക്കി ഒരു ചെറിയൊരു സെന്റൻസ്, അതായത് ഒരു കോഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺ അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. റൂഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? റൂഡ്നെസ് എന്താ? പരുഷത, പരുക്കൻ സ്വഭാവം. റൂഡ്നെസ്, പരുക്കനായിട്ട്. ചിലര് പറയും ഭയങ്കര പരുക്കനാന്ന് പറയും. എന്താ? ഭയങ്കര റഫായിരിക്കും, അല്ലേ? സംസാരമൊക്കെ ആണെങ്കിലും ഭയങ്കര റൂഡ്നെസ്. റൂഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? പരുഷത, പരുക്കൻ സ്വഭാവം. അതെന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ വീക്ക് പേഴ്സൺ അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. ഒരു വീക്കായിട്ടുള്ള, ഒരു ദുർബല ശക്തിയുടെ, ഒരു ദുർബല വ്യക്തിയുടെ ശക്തിക്കുള്ള ശ്രമമാണെന്ന്. എന്താ അതിന്ന് മനസ്സിലാക്കണേ? വെറുതെ തന്നോന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല. റൂഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. ഒരു ദുർബല ശക്തിയുടെ ശക്തിക്കുള്ള ശ്രമമാണെന്ന്. അതായത് ഇപ്പൊ എന്തെങ്കിലും എന്നോട് ചോദിച്ചു, ഞാൻ ദേഷ്യപ്പെട്ടാണ്, എന്താണെന്നൊക്കെ ദേഷ്യപ്പെട്ട എന്താ പറയാ? എന്റെ ദുർബലതയെ കാണിക്കുന്നത്. എനിക്കൊന്നും അത് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെടുന്നേ, അല്ലേ? അപ്പൊ എന്റെ ഒരു ശക്തിയുടെ ഒരു ശ്രമമാണ് ആ ഒരു ഞാൻ കാണിച്ച ഒരു പരുഷത എന്ന് പറയുന്നത്, അല്ലേ? അതാണ് ആ കോഴ്സ് പറഞ്ഞേക്കണേ. പരുഷത എന്നത് ഒരു ദുർബലത കാണിക്കും. ചിലപ്പോ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അത്ര ഇതുണ്ടാവില്ല. അതായിരിക്കും നമുക്ക് ചിലപ്പോ ദേഷ്യപ്പെടുന്നത്, അല്ലെ? ഒരു പരുഷത എന്ന് പറയുന്നത് ഒരു ദുർബല വ്യക്തിയുടെ ശക്തിക്കുള്ള ശ്രമമാണ്. അതിനകത്ത് 2-3 പോയിന്റ്സ് നോക്കിയേ. ബി കൺസിഡറേറ്റ്. എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി ഹാൻഡ്ലിംഗ് അത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ? ബി കൺസിഡറേറ്റ്. എല്ലാവരെയും കൺസിഡർ ചെയ്യണം. അതാണ് ഒന്നാമത്തത്. എല്ലാവരെയും പരിഗണിക്കണം. ഇപ്പൊ എന്തെങ്കിലും ഒരു അന്വേഷണം ആയിട്ട് ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന ഒരാള്, ഇപ്പൊ വരുന്ന എല്ലാവരെയും പരിഗണിക്കണം. ഫ്രണ്ട്ലി, അവരോട് എങ്ങനെ പെരുമാറണം? എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം. കേസി, കേസി എന്ന് വെച്ചാൽ എന്താ? മര്യാദയോടുകൂടി പെരുമാറണം. മര്യാദയോടുകൂടി എല്ലാവരെയും പരിഗണിക്കണം. ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം. കേഴ്സിയസ് എന്ന് വെച്ചാൽ മര്യാദയോടുകൂടി പെരുമാറണം. അടുത്ത നോക്കി, പ്രാക്ടീസ് കേഴ്സിംഗ്. പ്രാക്ടീസ് കേഴ്സിംഗ് എന്ന് വെച്ചാൽ എന്താ പറയാ? നമ്മൾ മര്യാദ പരിശീലിപ്പിക്കണം. അതായത് മര്യാദ ശീലിക്കണം. അതായത് സേഫ് പ്ലേസ്. നമ്മൾ ചുമ്മാ ചാടിക്കയറി പറയല്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്യണം, അവര് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? പ്ലീസ് വെയിറ്റ് എ മൊമെന്റ്, അല്ലേ? അപ്പൊ ആ പ്ലീസിനെ എത്തുമ്പോ തന്നെ അവർക്ക് ദേഷ്യം വന്നാലും ഇതാവും, അല്ലേ? അല്ല, നിങ്ങൾ അവിടെ വേണമെങ്കിൽ കുറച്ചു നേരം ഇരിക്കട്ടോ, ഇവിടെ കുറച്ചു നേരം എന്ന് പറയുമ്പോ ദേഷ്യം വരും നമുക്ക്. എന്താ പറയാണ്? മാം അല്ലെങ്കിൽ മേഡം പ്ലീസ് വെയിറ്റ് എ മൊമെന്റ്, അങ്ങനെ പറയുമ്പോ തന്നെ അവര് ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അവരവിടെ വെയിറ്റ് ചെയ്തോളും. അവർക്കടെ ദേഷ്യം മാറിക്കോളും, നമ്മൾ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പൊക്കോളും, അല്ലെ? അതാണ് നമ്മൾ ആ മര്യാദ ശീലിക്കണം. എന്തെങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ എന്താ? സേ പ്ലീസ്, പ്ലീസ് എന്ന് പറയണം കേട്ടോ. പ്ലീസ് എന്ന് പറയണം. പറയാറുണ്ടോ? റിസപ്ഷനിൽ ഇരിക്കുന്ന ശ്രീദേവി കുട്ടി പ്ലീസ് പറയാറുണ്ടോ? പറയണ്ടാവില്ല ഒരു ദിവസം മൊത്തം. പ്ലീസ് പറയുമ്പോ തന്നെ അവര് ദയവായി എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോ തന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്നവര് അവര് വീഴും, അല്ലെ? ഓക്കെ, അതൊരു ട്രിക്കാണ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? പ്ലീസ് എന്നുള്ളത് പറയണം. എക്സ്പ്ലെയിൻ, പിന്നെ എന്താ? എക്സ്പ്ലെയിൻ ചെയ്യണം, നന്നായിട്ട് വിശദീകരിക്കണം. ഡു ഇംപേഷ്യന്റ്ലി, എങ്ങനെ വേണം? ക്ഷമയോടെ വിശദീകരിക്കണം.
ഇപ്പൊ എന്നോട് ആരാണ് സ്നേഹം വന്നോ ഇങ്ങനെ ഞാൻ റിസപ്ഷനിൽ ഇരിക്കുക എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു അയ്യോ എനിക്ക് മനസ്സിലായില്ലോ ക്ലിയർ ആയില്ലോ ഒന്നുകൂടെ പറയാൻ പറഞ്ഞാൽ ഞാനിപ്പോ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഇനി എനിക്ക് പറയാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ വേണം ക്ഷമയോട് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ അത് ക്ലിയർ ആക്കി കൊടുക്കണം. അതാണ് വിശദീകരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഡു ഇറ്റ് പേഷ്യന്റ്ലി. എങ്ങനെയാണ്? ക്ഷമയോട് കൂടി തന്നെ, ക്ഷമയോട് കൂടി തന്നെ വിശദീകരിക്കുക. Then 2 പോയിന്റും കൂടി ഉള്ളൂ കേട്ടോ. അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. എന്ത് ചെയ്യുക? മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് കൂടി ഉൾക്കൊള്ളണം. അതായത് റേഡിയോ അല്ല, ഞാൻ മാത്രം പറഞ്ഞാൽ പോലെ, എന്താ അവർക്കുടെ കാഴ്ചപ്പാട് കൂടി, അവർ പറയുന്നത് കൂടി കേൾക്കണം. അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. മറ്റുള്ളവർക്കുടെ കാഴ്ചപ്പാടുകളും കൂടി അത് ഉൾക്കൊള്ളണം. അലോ ക്രിറ്റിസിസം. ലാസ്റ്റ് പോയിന്റ് എന്താ? ക്രിറ്റിസിസം, വിമർശനം അനുവദിക്കണം. അലോ ക്രിറ്റിസിസം, ക്രിറ്റിസിസം അനുവദിക്കണം എന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മൾ ആ ഓഫീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ അത് വർക്കിംഗ് അല്ല കേട്ടോ, അല്ലെങ്കിൽ അവിടെ പോയി കുറെ നേരം നിന്നു, ഇത് എന്താണ് ഇത് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് എന്തെങ്കിലും അവര് ക്രിറ്റിസൈസ് ചെയ്യാൻ അത് അനുവദിക്കണം അല്ലേ? അപ്പൊ അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അത് അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കേട്ട് അവരൊരു സൊല്യൂഷൻ കൊടുക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്രിറ്റിസിസം അനുവദിക്കണം, വിമർശനം അനുവദിക്കണം. ഓക്കെ, അപ്പൊ അത്രയും മതി. അത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മളൊരു എൻക്വയറി അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശീലിക്കണം. അത് ഇതെല്ലാം ഫോളോ ചെയ്യണം. അവർക്ക് പരിഗണന കൊടുക്കണം, ഫ്രണ്ട്ലി ആവണം. അവരുടെ കേഴ്സിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയോടുകൂടി അവരോട് പെരുമാറണം, മര്യാദ ശീലിക്കണം, സേ പ്ലീസ് എന്ന് പറയണം, ക്ഷമയോടുകൂടി വിശദീകരിക്കണം, അവർക്കുടെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളണം, ക്രിറ്റിസിസം അനുവദിക്കണം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഒരു കുട്ടി എന്നോട് ഇവിടെ ചോദിച്ചായിരുന്നു 3ാമത്തെ പോയിന്റ്. അത് ആവശ്യം ഉണ്ടെങ്കിൽ കേൾക്കാതിരിക്കാം, അല്ലാത്തവർക്ക് ജസ്റ്റ് എന്താ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആവാം കേട്ടോ. ഏതാ മോളെ ചോദിച്ചത്? 3ാമത്തെ പോയിന്റ് അല്ലേ അവിടെ? വൈറ്റൽ ഫംഗ്ഷൻസിൽ ആ കുട്ടിക്ക് കട്ടായി പോയി, അതുകൊണ്ട് മിസ്സേ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. ഏതാ 3rd പോയിന്റ്? എന്താ? ഡിസ്കവർ ടെക്നിക് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. വേറൊന്നുമില്ല, കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അത് കൾട്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വളർത്തിയെടുക്കുക, മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. കണ്ടോ? അതായത് കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകള്, പദ്ധതികള് അത് വളർത്തിയെടുക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക. ക്ലിയർ അല്ലേ ചോദിച്ചാൾക്ക്? അപ്പൊ ഇത്രയും കാര്യങ്ങള് ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഏതാണ് ഫംഗ്ഷൻസില്? ഏത് ഫംഗ്ഷൻസാ? വൈറ്റൽ ഫംഗ്ഷൻസ് ആണോ? വൈറ്റൽ ഫംഗ്ഷൻസിൽ 5 പോയിന്റ്സ് കേട്ടോ, ഇത് നോക്കി വെച്ചേക്കുക. പിന്നെ നമ്മൾ അഡ്വാൻറ്റേജുകൾ നോക്കി വെക്കണം. പിന്നെ എന്താ പഠിച്ചതിന്? രജിസ്ട്രേഷൻ, അതും ഫംഗ്ഷൻ ആണ്. ഫ്രണ്ട് ഓഫ് രജിസ്ട്രേഷൻ, ഡേറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ, അത് അതിന്റെ ഉള്ളിൽ തന്നെ പോയിന്റ് ആട്ടോ. രജിസ്റ്ററിങ് ഗസ്റ്റിനെ രജിസ്റ്റർ ചെയ്യുക, അവർക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ്. ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, ക്യാഷ് കളക്ട് ചെയ്യണം, ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി ഹാൻഡിൽ ചെയ്യണം. അവിടെ 4 പറഞ്ഞു കേട്ടോ. ഫംഗ്ഷൻസിൽ 4 പറഞ്ഞ ഒരെണ്ണം കൂടി ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. ഓക്കെ അല്ലേ? ക്ലാസ് ഓക്കെ അല്ലേ എല്ലാവർക്കും? ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലാവായിക്കുണ്ടോ? എന്തെങ്കിലും പറയണം. എങ്കിലാണ് എനിക്ക് അതനുസരിച്ച് ചെയ്യുള്ളൂ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോകുക, പെർഫെക്റ്റ് ആവുക, പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കുക. നിങ്ങളുടെ അത്രയും സമയം കളയുന്നതാണ്, അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.